ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അരുണിൻ്റെ സച്ചിയുടെ ശത്രുത അത് വളരെയധികം കൂടുകയാണത്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം തന്നെ നമ്മൾ കണ്ടതാണല്ലേ. അരുൺ ഹെൽമെറ്റ് ഇല്ലാതെ ഫോൺ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സച്ചി അത് വീഡിയോയിൽ പകർത്തുകയും പിന്നീട് നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം സാധാരണക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കും, നിങ്ങളൊരു പോലീസ് കേസ് ആക്കിയേനെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാമല്ലേ എന്നൊക്കെ രീതിക്ക് സച്ചി സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് അരുണും ദേഷ്യം മരച്ചു കയറി അരുൺ നല്ല രീതിയിൽ തന്നെ സച്ചിയോടായിട്ട് പ്രതികരിക്കുന്നൊക്കെ ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാകുന്നതിന് കാരണം അരുണിന്റെ ഒരു ഈഗോ തന്നെയാണല്ലേ. താനൊരു പോലീസ് ഓഫീസർ ആവണമെന്നും തൻ്റെ മുകളിലേക്ക് ആരും വരരുത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് നമ്മുടെ സച്ചിനെ പോലീസ് പിടിക്കുന്ന സമയത്ത് രവിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ തന്നെ പറയുകയും മാത്രമല്ല സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തിന്റെ തുടക്കമിട്ട് അവസാനം നമ്മുടെ സച്ചിയുടെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യാനുള്ള പദ്ധതികൾ അരുൺ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ അവസാന സത്യം മാത്രമേ വിജയിക്കൂ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ സച്ചിയുടെ നിരപരാധിത്വം മനസ്സിലാക്കുകയും സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ആകുമ്പോഴത്തേക്കും സച്ചിക്കും അരുണോടുള്ള ദേഷ്യം ഓരോ ദിവസം തോറും കൂടി വരികയാണ് കേട്ടോ. എന്നാൽ ദേവുവിന്റെ ചേട്ടനാണ് സച്ചി എന്നറിയാതെ തന്നെ ഇരുവരുടെ ഇടയ്ക്കുള്ള പക വളരുന്നതിന്റെ കൂടെ തന്നെ ദേവുവും അരുണും തമ്മിലുള്ള പ്രണയവും അതിശക്തമാവുകയാണ് കേട്ടോ. തനിക്കൊരു പ്രണയമുണ്ടെന്നുള്ള കാര്യം ദേവു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നയാളാണെന്നുള്ള കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല അല്ലേ. എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ ദേവു സച്ചിയോട് രേവതിയോടും പറയുകയും അരുണെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്രയും നാളും തൻ്റെ അനിയത്തി സ്നേഹിച്ചിരുന്ന തൻ്റെ തന്നെ നമ്പർ 1 ശത്രുക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളാണെന്നുള്ള കാര്യം സച്ചി അറിയുന്നു കേട്ടോ. കൂടാതെ തന്നെ രേവതിക്കും ദേഷ്യം വരുന്നുണ്ട്. കാരണം നമ്മുടെ സച്ചിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്തും ലൈസൻസ് ക്യാൻസലാക്കാനൊക്കെ ഉള്ള സമയത്തെല്ലാം തന്നെ അരുണെ നല്ല രീതിയിൽ തന്നെ രേവതിയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും അരുണെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അവിടുത്തെ പോകുന്നുണ്ട്. മാത്രമല്ല ദേവുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അരുണെയാണ് ദേവു പ്രണയിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സച്ചി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എന്നാൽ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന രേവതിക്ക് ഇതുവരെയും ഒന്നും തന്നെ ആവശ്യപ്പെടാത്ത ദേവുവിന്റെ ഈ ഒരു ആഗ്രഹം നടത്തി കൊടുക്കണമെന്നൊരു ആഗ്രഹം പൊതുവേ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സച്ചിയോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും സച്ചിയും രേവതിയുടെ ഇടയ്ക്ക് ചെറിയൊരു പിണക്കം ആ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ശരത്തും സച്ചിയോട് പോയി സംസാരിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു കണക്കിനും അരുണെ പോലൊരു പോലീസുകാരന് തൻ്റെ അനിയത്തി കെട്ടിച്ചു കൊടുക്കുകയില്ല എന്നൊരു വാശിയോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് സച്ചി. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഈ സച്ചിയുടെ രേവതിയുടെ ഇടയ്ക്ക് ഇതുപോലെ അരുണിന്റെ കാര്യം പറഞ്ഞ പ്രശ്നം ഉണ്ടായി എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ലക്ഷ്മി ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, നീയായി തന്നെ ചേച്ചിയുടെ ജീവിതത്തിനകത്തൊരു കരട് വീഴ്ത്തിക്കരുത്, അവരിപ്പോൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്, നിന്റെ ഈ ഒരു പ്രണയബന്ധം മൂലം അവരുടെ ജീവൻ നശിക്കരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേവു അപ്പം തന്നെ അരുണെ പോയി കണ്ടതിന് ശേഷം ഒരു പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറയുകയും മാത്രമല്ല തനിക്ക് തൻ്റെ ചേച്ചിയുടെ ജീവിതം അത് സേഫാക്കി നിർത്തണമെന്ന് താല്പര്യമുണ്ട്, എൻ്റെ ചേട്ടന് ഇഷ്ടമല്ലാത്തൊരു വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ കേട്ടോ ദേവു അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. അതിന് ശേഷം ദേവു ഭക്ഷണം കഴിക്കുന്നില്ല, കൃത്യമായ രീതിയിൽ തന്നെ വെള്ളം കുടിക്കുന്നില്ല. അങ്ങനെ ആകെ അവശയായ നിലയിലാവുകയാണ്. ശരിക്കും പറഞ്ഞ അരുണിന്റെയും ദേവുവിന്റെ പ്രണയബന്ധം സച്ചി അറിയുന്നത് വഴി ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നത് നമ്മുടെ ദേവുവിനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.